السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى كل وصحابة أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകളെല്ലാം അല്ലാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷങ്ങളെയെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നാം ഈ 21 ദിവസം വരെയും ഇബാദത്തുകൾ ചെയ്ത് പല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇനി നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ഈ അമലുകളൊക്കെ നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാനാണ്. അള്ളാഹു സ്വീകരിക്കണമെന്ന് വല്ലാതെ നാം കൊതിക്കുകയും ചെയ്യുന്നു. അള്ളാഹു കൽപ്പിച്ചതാണ് നമ്മൾ നോമ്പ് പിടിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു, നമസ്കരിക്കാൻ കൽപ്പിച്ചു, സ്വതക്കകൾ കൊടുക്കാൻ കൽപ്പിച്ചു, അങ്ങനെ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചു. ഇനി നമ്മുടെ ഉത്തരവാദിത്വം നാം ചെയ്യുകയും ഇനി അള്ളാഹുവിനോട് ഈ അമലുകളെല്ലാം സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയം പണിയാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കഅബാലയം പണിതു. എന്നിട്ട് കഅബാലയൊക്കെ പണിത് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വയദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയം പണിതതിനു ശേഷം ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. കഅബാലയം അള്ളാഹുവാണ് പണിയാൻ പറഞ്ഞത്. അള്ളാഹുവിനറിയാം ഈ ലോകത്ത് ഇനി വരുന്ന ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനസമൂഹം മുഴുവനും ആരാധന ചെയ്യേണ്ടുന്ന തന്റെ ഭവനം പണിയാൻ പറഞ്ഞു. അത് കൃത്യമായി നല്ല നിലയിൽ പണിതു. അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അറിയാം. എന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യും, അള്ളാഹു നീ ഇത് സ്വീകരിക്കണേ. സ്വീകരിക്കാതിരിക്കാൻ യാതൊരു തരവുമില്ല. എന്നാലും ദുആ അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. വൽ ഖൗഫി വർ റജാ, ഭയത്തിന്റെയും പ്രത്യാശയുടെയും ഇടയിലാണ് ഒരു സത്യവിശ്വാസിയുടെ നില എന്ന് പറയുന്നത്. അള്ളാഹു ചിലപ്പോൾ സ്വീകരിക്കാം, ചിലപ്പോൾ സ്വീകരിക്കാതിരിക്കാം എന്നാണ്. ഓരോ മുഅ്മിൻ ഓരോ അമലുകൾ ചെയ്യുമ്പോൾ, നാം നമസ്കരിച്ചു, സുബഹി നമസ്കരിച്ചു, എന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്, അള്ളാഹുവേ ഇത് നീ സ്വീകരിക്കണേ എന്നാണ്. നമ്മുടെ ദുആകളിൽ എപ്പോഴും കൊണ്ടുവരേണ്ട ഒരു ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്, നീ സ്വീകരിക്കണമേ അല്ലാ എന്ന് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ചെയ്തത്. ദുആ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അദ്ദുആ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ തലച്ചോറാണ് ദുആ എന്ന് പറയുന്നത്. ദുആ ഇല്ലാതെ അള്ളാഹു നോക്കിയിരിക്കുകയാണ്, അവൻ ചെയ്യുന്നുണ്ടോ, ദുആ ചെയ്യുന്നുണ്ടോ, എന്നോട് ചോദിക്കുന്നുണ്ടോ? അള്ളാഹ് തന്നെ പറഞ്ഞതല്ലേ, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിക്കും. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ചോദിക്കും. നമ്മൾ ഒരു മനുഷ്യരോട് ഒരു വട്ടം ചോദിച്ചു, അവർക്ക് ശരി, ഓക്കെ. രണ്ടാമത് ചോദിച്ചു, അപ്പോഴും ഓക്കെ. മൂന്നാമത് ചോദിക്കുമ്പോൾ ഇവൻ എന്തോ എന്നൊരു ചിന്ത മനുഷ്യർക്കുണ്ടാകും, സൃഷ്ടികൾക്കുണ്ടാകും. എന്നാൽ അള്ളാഹു ഉദ്ഉനി അസ്തജിബ് ലക്, എന്നോട് ചോദിക്കുക എന്ന് അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം, എത്ര ചോദിച്ചാലും അള്ളാഹുവിനൊരു മടിയുമില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞത്, അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ് ദുആ. എന്തിനും ഏത് കാര്യത്തിനും മഹാന്മാര് എന്ന് വെച്ചാൽ അത്രയും അള്ളാഹുവിലേക്ക് അടുത്ത ആരിഫീങ്ങൾ, ഉപ്പില്ലെങ്കിൽ പോലും അള്ളാഹു നീ ഉപ്പ് തരണേ, ചെരുപ്പില്ലെങ്കിൽ പോലും ചെരുപ്പ് തരണേ, എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നവർ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദുആ ആണ്. ഇബാദത്തിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ദുആയാണ്. അതുകൊണ്ട് നാം ചെയ്ത ഇബാദത്തുകൾ, ഇതുവരെയും ചെയ്ത ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നാം ഇപ്പോഴും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, അള്ളാഹുവേ നീ സ്വീകരിക്കണേ. അമലുകളൊക്കെ ചെയ്തു, കഴിവിന്റെ പരമാവധി ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്, അള്ളാഹു നീ സ്വീകരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിൽ
ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നാം ചോദിക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ അവസാന പത്താകുമ്പോൾ നിങ്ങൾ ധാരാളമായി നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക, സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. അത് നാം ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണേ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം നിർവഹിക്കാൻ പോകുന്നത് 22ാമത്തെ തറാവീഹാണ്. വഫീ ലൈലത്തി സാനിയത്തി വ 22ാമത്തെ തറാവീഹ് ഒരു മനുഷ്യൻ നിർവഹിച്ചു കഴിഞ്ഞാൽ ജാഅ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് ആമിനൻ മിൻ കുല്ലി ഗമ്മിൻ വ ഹമ്മിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിർഭയനായിട്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം ആഖിറം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. ആഖിറം അവിടെ രക്ഷപ്പെട്ടവനായ നിലയിൽ 22ാമത്തെ തറാവീഹ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ അതിന്റെ പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല അമലുകൾ ചെയ്യാനും അതനുസരിച്ച് ആ ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കാനും അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് നമ്മുടെ പള്ളിയെ സഹായിക്കുന്നവർ, നോമ്പ് തുറക്ക് വേണ്ടി സഹായിക്കുന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ. അല്ലാഹ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.